മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഹലോ ആ ആ അല്ലേ എന്താ അല്ലേ ചായ ഇട്ടിരിക്കണേ വണ്ടിയുടെ ഓ എന്റെ കൈ വെച്ചേക്കണ ഞാൻ അവിടെ മൊത്തം അങ്ങോട്ട് തപ്പിയേ ഇങ്ങോട്ട് പുറത്തു പോ. പിന്നെ അല്ലാതെ അളിയനി വൈകിട്ട് വരെ ആവശ്യമില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അല്ല എങ്ങോട്ടാ, എന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ പോകുന്നു വരുന്നു. കറക്കമൊക്കെ കുറച്ച് കൂടുതലാ. അങ്ങനൊന്നും ഇല്ല. അളയാ വണ്ടി പെട്രോൾ ഉറപ്പില്ലേ? പെട്രോള് അയ്യോ സോറിടാ, ഞാൻ അടിക്കാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ 500 രൂപ അയച്ചു തരാം, നീ അടിച്ചോ. പൊതുവെ അടിക്കും. അത് മതി. 500-ന് 500, 1000-ന് 1000. നീ മേടിച്ച് അളിയന്റെ പോക്കറ്റ് കാലിയാക്കോ? അല്ല, പെട്രോള്, ഡീസല്, അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ്, അങ്ങനെ ലിസ്റ്റ് കുറെ ഉണ്ടല്ലോ. ഓ അങ്ങനെ. അതെ, വേറെ ചിലവര് അളിയന്റെ പോക്കറ്റ് കാലിയാക്കുന്ന പോലെ നമ്മളിവിടെ കാലിയാക്കുന്നില്ലല്ലോ. ഹലോ, ചുമ്മാ വഴക്കിടാൻ നിൽക്കില്ല കേട്ടോ. ഹലോ, എന്തേ ചേച്ചി? എന്ത് വർത്താനം നീ പറഞ്ഞു? എന്ത് വർത്താനം? ആരടാ അളിയന്റെ പോക്കറ്റ് കാലിയാക്കണത്? വേറെ ആര്? ചേച്ചി തന്നെ. ഞാൻ എപ്പ പോക്കറ്റ് കാലിയാക്കി? എന്തോ ചേച്ചി എപ്പോ നോക്കിയാലും അളിയന്റെ പോക്കറ്റ് കാലിയാക്കില്ലല്ലേ ചേച്ചിക്ക് വില. ഇപ്പം ചേച്ചിക്ക് ഒരു ചുരിദാർ വേണമെങ്കിൽ ചേച്ചി എവിടെ നിന്നാണ് കാശെടുക്കാറ്? അളിയന്റെ പോക്കറ്റിൽ നിന്നല്ലേ. പോട്ട്, ഒരു മേക്കപ്പ് സെറ്റ് വേണമെങ്കിൽ എവിടെ നിന്നാണ് കാശെടുക്കാറ്? അളിയന്റെ പോക്കറ്റിൽ നിന്നല്ലേ. അതും പോട്ട്, നിസാരം ഒരു ഷവർമയോ അല്ലെങ്കിൽ പോട്ട് പുറത്ത് ഒരു ചായ കുടിക്കണമെങ്കിലും ചേച്ചി ആരുടെ നിന്നാ കാശെടുക്കാറ്? അളിയന്റേതാണല്ലോ. അതെ, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അളിയന്റെ പൈസ ചെലവാക്കാറില്ല. ഓ ഓ ഓ ഓ അറിയാം, നമുക്കറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ചേച്ചി ആവശ്യത്തിൽ കൂടുതൽ കാശേ ചെലവാക്കൂല. അതെ, അതെന്റെ ഭർത്താവാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ എന്റെ ഭർത്താവിന്റെ കാശ് ഇഷ്ടമുള്ള പോലെ ചെലവാക്കും. എന്തോന്ന് ചേച്ചി ഇത്? ഒന്നുമില്ലെങ്കിലും ചേച്ചി ഒരു ന്യൂ ജനറേഷൻ അല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിപ്പും വിവരമൊക്കെ ഉള്ളൊരു ടീം, ആരോഗ്യമുണ്ട്. എന്തിനും പണിയെടുത്ത് ജീവിച്ചു കൊടുക്കുന്നത് എനിക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് അമ്മയും അമ്മമ്മ വല്ലോണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തേന്. ഇതിപ്പോ ഒരുമാതിരി അളിയനെ ഊറ്റി അങ്ങ് ജീവിക്കുക തന്നെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നീയും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇതും. എങ്ങനെ അതുപോലെ ഒരു ഇതാവുന്നേ? ഞാൻ ചേച്ചിയെടുത്തല്ലേ ചോദിക്കണേ, അത് വേറെ, മറ്റേത് വേറെ. പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, എല്ലാ ആൾക്കാരുടെ ജീവിതം ഇങ്ങനെ തന്നെ. ആരെങ്കിലും ഊറ്റി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ജീവിതം. അല്ലതിന് ചേച്ചി ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. അളിയെ അവൻ പിടിച്ചെൻ്റെ അളിയെ കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്നുണ്ടാക്കണ കാശ് ചേച്ചി അത് ഇവിടെ കിടന്ന് ആടിച്ച് പൊളിച്ച് തീർക്കാൻ. കേശുവേ, എന്തായാലും നീ ചിന്തിക്കുന്ന പോലെ സിദ്ധു ചിന്തിക്കില്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിലപ്പോൾ അളിയൻ ചിന്തിക്കില്ലായിരിക്കും. പക്ഷേ അതേപോലെ ഇനിയിപ്പോൾ അളിയൻ ചിന്തിച്ചാലും സ്നേഹം കാരണം അളിയൻ പറയാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ. അളിയാ 500 രൂപ കിട്ടിയാട്ടോ. അപ്പൊ എന്നാ പിന്നെ ഞാൻ പോയി കറങ്ങിട്ട് വരട്ടെ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും ചേച്ചി മനസ്സിലോട്ട് എടുക്കണ്ട, സീരിയസ് ആയിട്ട് എടുത്താൽ മതി കേട്ടാ. ഇനിയിപ്പൊ ഇവൻ ചിന്തിക്കുന്ന പോലെ സിദ്ധു ചിന്തിക്കൂ? ഞാൻ സിദ്ധുവിനെ ഊറ്റിയാണ് ജീവിക്കുന്നത്. വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 മികച്ച ജനപ്രിയ പരമ്പര ഉപ്പും മുളകും. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ഞാനിവിടെ തന്നെ ഉണ്ടോ, കൊച്ചി തന്നെ ഉണ്ട്. നീ നാളിൽ കൊച്ചി വരുമ്പോ വിളിക്ക്. ലീവ് അർബാബ് അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് പോക്കണം. ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ. പിന്നെ നീ എന്താ ദുബായിക്ക് വരുന്നേ? ഒന്നെങ്കിൽ കൊച്ചി വെച്ച് കാണാം, അല്ലെ ദുബായ് വെച്ച് കാണാം. നീ തീരുമാനിച്ചു. ശരി, ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഞാൻ പറയാം. ഓക്കേടാ. എന്താ? അല്ല, ജീവിത ചെലവേ. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ചെലവല്ലേ? ഞാൻ ആ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ലച്ചു ഒന്ന് പിടിക്കണം. ഞാൻ പിടിച്ചോളാം. ലച്ചൂസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ആ എന്താ അല്ല എന്താ അങ്ങനെ പറഞ്ഞു? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. എന്റെ ഒരു ഫ്രണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ഫ്രണ്ടിന് എന്ത് പറ്റി? അല്ല ഫ്രണ്ടിന് ഒന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ അവരുടെ ഫാമിലി ലൈഫേ ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഹസ്ബൻഡൊക്കെ ആയിട്ട് എപ്പോഴും ഭയങ്കര പ്രശ്നവും വഴക്കും കാര്യങ്ങളൊക്കെ. വഴക്ക എന്തിന്റെ പേരില്? ഇതിന്റെ പേരിലെന്നൊക്കെ ചോദിച്ചാ അവർക്ക് ഈ ജോലിയൊന്നും ഇല്ലേ. അപ്പൊ ഭർത്താവാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അപ്പൊ അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. എങ്കിൽ പിന്നെ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞൂടെ ഇയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത്? അല്ല സിദ്ധു, അവളെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവക്കൊരു കുഞ്ഞുണ്ട്. അതുള്ളത് കൊണ്ട് അവക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അതിപ്പം ഒരാളുടെ ഇൻകം മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫാമിലി മുന്നോട്ട് പോവുക? നല്ല ചെലവല്ലേടാ. അതെനിക്കറിയാം. നിനക്കറിയാമോ? അല്ല അവക്കറിയാം. പക്ഷേ അവളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവക്ക് ഭയങ്കര ചെലവാണെന്നാ. അപ്പൊ വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാൻ പഠിക്കുക, അത്രേ പറയാവുള്ളൂ അല്ലെ? മൊത്തം ചെലവാണല്ലോ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. എന്താ പറയാ? അതും എനിക്കറിയാം. എനക്കറിയാന്നാ? അവക്കറിയാം. സത്യം പറഞ്ഞാലേ ആ പാവം കൊച്ചി എന്തോരം ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ? ഓൺലൈൻ സാരിയുടെ ബിസിനസ് തുടങ്ങി നോക്കി, അത് പൊളിഞ്ഞ്. ഹോട്ടല് നടത്തി നോക്കി, അത് പൊളിഞ്ഞ്. ഡേ കെയർ നടത്തി നോക്കി, അതും പൊളിഞ്ഞ്. ഒന്നും ചെയ്തിട്ട് അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. ഇതുപോലെ ലച്ചൂസ് എന്തൊക്കെയോ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ജോലിയെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്, ഇവളും ചെയ്തിട്ടുണ്ട്. കാരണം ഇവക്ക് ഞാനാണല്ലോ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവും. കൊറേ ശ്രമിച്ചെന്നേ, പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ ഇവളുടെ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് ഊറ്റിയാണ് ഇവള് ജീവിക്കുന്നേന്ന്. സിദ്ധുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ? ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്താ? ഇല്ല, അതൊന്നുമില്ല. അത് ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞു. അല്ല, എന്താ പറഞ്ഞോ? ഇല്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. വേറെന്തോ ആലോചിച്ച് പറഞ്ഞു. ആ കേശു ചെറുക്കം പറഞ്ഞത് ശരിയാ. ഇവനും അങ്ങനത്തെ ഒരു തോന്നലൊക്കെയുണ്ട്. ശ്രമിക്കാനിട്ടല്ലോ, നടക്കാനിട്ടല്ലേ. ചേച്ചി, അളിയനെ കണ്ട? എന്തിനാ? അളിയൻ എനിക്ക് ക്രയോൺസ് മേടിച്ചു തരാന്ന് പറഞ്ഞു. നിനക്ക് ഈ വീട്ടിൽ അളിയൻ മാത്രമുള്ളൂ ക്രയോൺസ് മേടിച്ചു തരാം? വേറെ ആരും ഇല്ലേ? അളിയൻ ക്രയോൺസ് മേടിച്ചു തരാന്ന് പറഞ്ഞ് അതുകൊണ്ട് മേടിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. അളിയൻ എവിടെ പോയെന്ന് പറ. എനിക്കറിയാൻ മേല. ചേച്ചി ചേച്ചി ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. എത്ര നേരം വിളിച്ചെന്നറിയൂ? റീചാർജ് ചെയ്യണം. ഫോൺ റീചാർജ് ചെയ്യണം. അങ്ങനെ റീചാർജ് ചെയ്യുന്ന എന്തിനാണ് പ്രശ്നം? ഇൻകമിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഔട്ട് ഗോയിങ്ങിനല്ലേ പ്രശ്നമുള്ളൂ. ഓ, റീചാർജ് തീർന്നിട്ട് അപ്പം 3-4 ദിവസം കഴിഞ്ഞ് കാണും. ഓർമ്മയില്ല, പോക്കണോ ഇല്ല, റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞൂടി. ചെയ്യാം. ചേച്ചി ചേച്ചി അളിയന്റെ അടുത്ത് പറയാത്ത എന്ത്? അളിയൻ റീചാർജ് ചെയ്ത് തരുമല്ലോ. അളിയന്റെ അടുത്ത് പറ. അളിയൻ നല്ല അളിയനാണ് അല്ലേ അമ്മൂമ്മ? ഫോൺ റീചാർജ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ ടക്കനെ ഫോൺ എടുക്കുന്നു, റീചാർജ് ചെയ്ത് തരുന്നു, പ്രശ്നം കഴിഞ്ഞു. മാത്രമല്ല ചേച്ചിയുടെ അവകാശമല്ലേ, ചേച്ചി ചോദിച്ചു മേടിക്കണം കേട്ടോ ചേച്ചി. എന്റെ അവകാശം ഞാൻ ചോദിച്ചു മേടിച്ചോളാം. നല്ലായിരുന്നു. കാരണം ഒരുപാട് റീൽസ് ഒക്കെ ഞോണ്ടാനുള്ളതല്ലേ. നമ്മുടെ ഈ കാലഘട്ടത്തില് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മാത്രം ചെലവിൽ ജീവിച്ചാ ശരിയാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അമ്മൂമ്മ അപ്പൂപ്പന്റെ ചെലവിലാണ് ജീവിച്ചേന്ന്. അയ്യടി, നിന്റെ അപ്പൂപ്പൻ ഒറ്റയ്ക്ക് കൃഷി ചെയ്തുണ്ടാക്കിയതൊന്നും അല്ലതല്ല. ഞാനും നിന്റെ അപ്പൂപ്പന്റെ കൂടെ പാടത്തും പറമ്പിലും കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ. അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. അത് പോയിന്റ്. ഇപ്പൊ തന്നെ അമ്മൂമ്മ ലച്ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ? ചേച്ചി പാവം പിടിച്ച അളി ഉണ്ടാക്കണ കാശെല്ലാം കൂടെ ദൂർത്തടിച്ച് കളയാം. അത് ഞാൻ നിന്നോട് പറയാനിരിക്കുവായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സിദ്ധുവിനെ കൊണ്ട് കാശ് ചെലവാക്കിപ്പിക്കും. ഈ പൈസ എന്ന് പറഞ്ഞ സാധനേ അത് ചെലവാക്കാനുള്ളത് തന്നെയല്ലേ? അതെന്നാലും നിനക്ക് ഇച്ചിരി അനാവശ്യ ചെലവ് കൂടുതലാ.
അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് ഈ കാശുണ്ടാക്കുന്ന പാടൊക്കെ എങ്ങനെ അറിയാനാ? ചേച്ചിക്ക് അറിഞ്ഞൂടല്ലോ. ചേച്ചിക്ക് പൈസ കളയ്യ. നിനക്കും അത് തന്നെയല്ലേ അറിയോളൂ. നീ ജോലിക്ക് പോകുന്നുണ്ടാ? ഇല്ലല്ല. നീ എന്നെ ഊറ്റി ജീവിക്കുന്നു, അമ്മായിനെ ഊറ്റി ജീവിക്കുന്നു, അമ്മുമ്മേനെ ഊറ്റി ജീവിക്കുന്നു, സിദ്ധുവിനെ ഊറ്റി ജീവിക്കുന്നു. എന്തിന്? ആ പാറക്കുട്ടിയുടെ കുടുക്കേന്ന് വരെ പൈസ ഊറ്റുന്നുണ്ട്. അപ്പൊ അതോ? ലിച്ചു എന്നോട് പേര് சொல்லல. ആ അതെ, ആന്റി. അതെ, എന്നെ പോലെയാണോ ചേച്ചി? ചേച്ചി ഞാൻ പപ്പ്, ഞാനും പാറെന്നൊക്കെ പറഞ്ഞ ഏറെക്കുറെ ഒരേ കാറ്റഗറി പെടുന്ന ടീമാണ്. അതിൻ്റെ ഇടയിൽ ചേച്ചി കമ്പയർ ചെയ്യുന്നത് കേട്ടല്ലോ. മാത്രമല്ല എനിക്ക് എന്തിനാണ് ചെലവ്? ജസ്റ്റ് വണ്ടിക്ക് പെട്രോൾ അടിക്കുക, ഒരു 100 രൂപ 150 രൂപ വല്ല മാച്ചും വരും. പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ മെർലിനെ കറങ്ങാൻ കൊണ്ടുപോകണം, മറൈൻ ഡ്രൈവ് പോകണം, അത് മേടിച്ചു കൊടുക്കണം, ഇത് മേടിച്ചു കൊടുക്കണം. തന്നെ ശരി, അതൊക്കെ ഉണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷേ എന്നെ കൊണ്ടാവുന്ന ജോലിക്കൊക്കെ ഞാൻ പോകുന്നുണ്ട്. അല്ലാതെ ചേച്ചിയെ പോലെ വീട്ടിൽ ഇരുന്ന് ചുമ്മാ തിന്ന് ചൊറിയും കുത്തിക്കൊണ്ടുതാ ഇതേപോലെ ക്യാറ്റ് നിന്നോണ്ടിരിക്കല്ല. லெச்சு அவன் சொன்னேல ஒரு பாயிண்ட் இருக்கு. பொண்ணுங்க கண்டிப்பா வேலைக்கு போய் தான் ஆகணும். അപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ സിദ്ധുവിനെ പിഴിഞ്ഞാണ് ജീവിക്കണേന്നോ? ஐயோ நான் அப்படி சொல்லல. பொண்ணுங்க வேலைக்கு போகணும் அவ்வளவுதான். അല്ല, പക്ഷെ ആന്റി പറഞ്ഞതിനകത്ത് അങ്ങനെ ഒരു ധ്വനിയും കൂടെ ഉണ്ട്. കേസു വേണോ? ഇനിയിപ്പൊ അതൊക്കെ വിട്. എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക്. അല്ല ചേച്ചി പോട്ടെ. ഇനിയിപ്പോ അമ്മ പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക്. ചേച്ചി ചുമ്മാ ഇരുന്ന് സങ്കടപ്പെടണ്ട കേട്ടോ. കരയൊന്നും ചേച്ചിക്ക് ഇപ്പൊ എന്തായാലും ഫോൺ റീചാർജ് ചെയ്തല്ലേ പറ്റൂ. ചേച്ചി അളിയൻ്റെ അടുത്ത് എന്നിട്ട് സിദ്ധു 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 എനിക്കിനി 30 രൂപയ്ക്ക് എന്റെ ഫോൺ നിന്റെ കാശിന് റീചാർജ് ചെയ്ത് തരണേ. തരൂ. താങ്ക് യു മുമ്മ. ഓഹോ, ചെറിയ എന്തിന്? താങ്ക്സാ. ഇരിക്കട്ടെ, എപ്പോഴേലും ഉപയോഗിക്കാം. அம்மா இவ ஏதோ பெரிய வேலை செஞ்சிருக்காமா, அதனால தான் தேங்க்ஸ் எல்லாம் சொன்னா. അങ്ങനൊന്നുമില്ല, ചുമ്മാ ഫൺ ഫൺ ഫണ്ണിയോ ഫൺ. വീട്ടുകാരുടെ കുറെ കാശും കളഞ്ഞ് ബികോമും പഠിക്കാൻ പോയി, ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ച്, എന്നിട്ട് എന്ത് കാര്യം? വെറുതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കും. ഇപ്പൊ എന്ത് ജോലിക്ക് പോവും? അളിയാ അളിയാ ചേച്ചിയാ? അളിയനോട് പോയി നിനക്കെന്തിനാ അളിയൻ? ഡ്രൈവർ മേടിക്കാൻ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇതുവരെ എനിക്ക് മേടിച്ചൊന്നുമില്ല. നീ എന്തിനാണ് പറയും നിസാരവും കാര്യങ്ങളൊക്കെ സിദ്ധുവിന്റെ അടുത്ത് പറയുന്നത്? എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ക്രയോൺസിന്റെ കാര്യം. അപ്പൊ നിങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ സിദ്ധോളിന്റെ അടുത്ത് പറഞ്ഞേ. എന്നാ പിന്നെ നിനക്ക് അമ്മൂമ്മ അടുത്ത് പറയായിരുന്നില്ല? അമ്മൂമ്മ മേടിച്ചു തരുമായിരുന്നല്ലോ. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി സിദ്ധോളിന്റെ അടുത്തല്ലേ ചോദിക്കത്തുള്ളൂ. എന്തോന്ന്? അപ്പൊ എല്ലാവരുടെ സംസാരം ഇതൊക്കെ തന്നെയാണല്ലോ. എന്ത്? സിദ്ധുവേ, സിദ്ധോളിയാ അളിയാ. എന്തടി? നീയാണോ സിദ്ധു? അല്ല, പിന്നെ വിളിക്കണോട്ട് ഞാൻ ആരെങ്കിലും വന്നൂല്ലേ? അല്ല, എന്താണ് ചേച്ചിക്ക് ഇത്ര ആവേശം? ഓ, മറ്റേ കാര്യം ചോദിക്കാൻ പോവായിരിക്കും അല്ലേ? ആണെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മറുപടി അളിയനും പറയാൻ പോകുന്നുള്ളൂ. ഇല്ലല്ലേ ചേ, ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലാന്ന്. ആ പാമ്പൊഴിച്ച അളിയന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞിട്ടു അല്ലേ പാറു? എന്ത് കാര്യം? കാര്യം അതായത് മക്കളെ, ഈ ചന്ദനം ഉണ്ടല്ലോ, ചന്ദനം, അതൊരു പരാന്ന പൂജയാണ്. അതെന്തൊരു പൂജി? ഈ പാരസൈറ്റ് പച്ച മലയാളത്തിൽ പറഞ്ഞ നമുക്ക് ഈ ഇത്തിക്കണ്ണി എന്ന് പറയാം. മരത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം. മരത്തിലൊക്കെ പിടിച്ചിരിക്കണ സാധനം. അതായത് അതിന് സ്വന്തമായിട്ട് വളരാനുള്ള കഴിവൊന്നും ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? മറ്റേവന്റെ കയ്യിൽ നിന്ന്, അഥവാ അപ്പുറത്തെ ചെടിയുടെ കയ്യിൽ നിന്ന് ഊറ്റി ജീവിക്കും. അങ്ങനത്തെ ഒരെണ്ണം. അതേപോലെ മനുഷ്യരും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ചെറുക്ക, നീ കൊറേ നേരായി തുടങ്ങിയിട്ട് കേട്ടാ. എന്ത് വെച്ച് കാര്യം? ഒരു കാര്യമില്ല. പൊന്നുമോള് പോയിട്ട് അളിയനെ തപ്പിട്ട് വാ, ചെല്ല്. ചേച്ചി, ഒന്നാമതേ ചേച്ചിക്ക് ഒരു ദുഷ്പേരുണ്ട്. ചേച്ചി എന്ത് പറഞ്ഞാലും ഉടനെ ചൂടാവും എന്നുള്ളത് കേട്ടോ. എനിക്കേ എല്ലാരെ സ്നേഹിക്കാനും അറിയാടാ. നീ എന്താടാ പറഞ്ഞത്? ഞാൻ ഇത്തിക്കണ്ണിയാണെന്നാ? ഇത്തിക്കണ്ണി നമ്മുടെ ഈ
നേച്ചർ എന്ന് പറയുന്നത് എന്തൊരു സംഭവമാണ് അല്ലേ ചേച്ചി? നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തിനോട് അനുബന്ധിക്കാൻ പറ്റുന്ന എത്ര തരം ചെടികളും ജീവികളും ഒക്കെയാണ് നേച്ചറിലുള്ളത്. എടാ ഞാൻ എന്റെ കെട്ടിയോന്റെ കാശ് ചെലവാക്കണേന്ന് നിനക്കെന്താണ് ചെറുക്ക കുഴപ്പം? ആണ്ട്രാ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് പറയാൻ ചേച്ചിക്കൊരു കുഴപ്പമില്ലേ? ഇല്ലേ? ഇല്ലേ? കുഴപ്പമില്ല ചേച്ചി. ചില മനുഷ്യരുടെ ക്യാരക്ടർ അങ്ങനെ ജീവിതത്തിൽ മാറൂല, എത്ര മാറ്റാൻ നോക്കിയാലും മാറൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ അങ്ങ് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കരുത്, നല്ല കുഴപ്പമില്ല. ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല ചേച്ചി, അതാണ് ചിലരുടെ സ്വഭാവം ഉണ്ടല്ലോ. അളിയാ അളിയാ ഇവിടെ എന്താണ് ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഒരു സംസാരം? ഓ ഒന്നുമില്ല അളിയാ, ചില ആൾക്കാരുടെ സ്വഭാവം ഒന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒന്നും മാറ്റാൻ നോക്കിയാൽ നടക്കൂലെന്ന് ഇങ്ങനെ പറയായിരുന്നു. ചിലരങ്ങനെയാടാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, പാറൂസിന്റെ സൗണ്ട് കേട്ടായിരുന്നു. അവളോടെ അവൾ അളിയനെ തപ്പിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടു. അങ്ങോട്ടോ? എന്നാ ഞാൻ പോയി തപ്പട്ടെ. എന്തായാലും ചേച്ചി സങ്കടപ്പെടണ്ട. ലച്ചോ, കേശാട്ടാ, ലച്ചൂസ്, ഹലോ, എവിടെ? ആ, അളെ എവിടെ പോയിരുന്നു? ഞാനേ പാറൂസിന് ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. ആഹാ, പാറേ കൊള്ളാലോ. പാറേ, നീയും അങ്ങനെ ചില ആൾക്കാരെ പോലെ അളിയനെ ഊറ്റാൻ തുടങ്ങിയല്ലേ? എന്റെ അളിയനല്ലേ? ഓക്കെ ഓക്കെ, നിന്റെ അളിയനൊക്കെ തന്നെ. കേശുവളിയാ, അതെന്നത് അങ്ങനെ ഒരു ടോക്ക്? ഒന്നുമില്ല അളിയാ, ഇനിയിപ്പം എന്റെ കാശല്ലേ ചിലവായി അങ്ങ് പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എടാ അളിയ, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ. ലച്ചൂസേ, ഞാൻ കുറെ തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. എങ്ങനെ കിട്ടും? ഫോൺ റീചാർജ് ചെയ്തെന്ന് കിടക്കിയല്ലേ, ഇൻകമിങ് ഇല്ല, ഔട്ട് ഗോയിങ് ഇല്ല. റീചാർജ് ചെയ്ത് കൊടുത്താലേ ഇനി ഫോൺ വിളിക്കാൻ പറ്റൂ. റെക്കോർഡ് ആണോ? എടാ എന്റെ അടുത്ത് റീചാർജ് ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ചെയ്യാലോ? വേണ്ട സിദ്ധു, ചെയ്യണ്ട. പിന്നെ എങ്ങനെ വിളിച്ചാ കിട്ടാ? അതെ ചേച്ചി, അതിനെ റീലിങ്ങോട്ടെ ഇല്ലേ? അതെ, ഇപ്പൊ ചെയ്യാം. പിന്നെ ചെയ്യാം. സിദ്ധു എന്തിനാ വിളിച്ചേ? എടാ ഞാൻ പുറത്തു പോയപ്പോഴേക്കും ഇങ്ങോട്ട് എന്തെങ്കിലും മേടിക്കണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലായിരുന്നു. വീട്ടിലേക്ക് എന്താ പുറത്തു പോയപ്പോഴേ ഞാൻ കുറച്ച് നാടൻ നെല്ലിക്ക കണ്ടു. ഞാൻ ഓർത്തു എല്ലാവർക്കും വേണ്ടി മേടിക്കാന്ന്. ആ മേടിര് മേടിര്, നാടൻ നെല്ലിങ്ങ അളിയന്റെ കാശിന് മേടിച്ചല്ലേ? ആ ചുമ്മാ ചോദിച്ചത്. അതിനെന്താടാ? അതിനെന്താ? ഇല്ല എനിക്ക് വേണ്ട. അല്ല കഴിക്ക്. ഇല്ല വേണ്ടാനിട്ടാ. വേണ്ട. നല്ല സൂപ്പർ നെല്ലിക്ക അളിയാ, കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി നെല്ലിക്ക അല്ല എനിക്ക് കഴിക്കാനുള്ള മൂഡില്ല, അതുകൊണ്ടാ. ഇപ്പൊ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് മൂഡില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞല്ലോ. ആ മൂടില്ല, നെല്ലിക്ക കഴിക്കാൻ മൂടില്ല. പിന്നെ റീചാർജ് ചെയ്തോളിയാ. റീചാർജ് ഒന്നും ചെയ്യണ്ട സിദ്ധു, എനിക്കെന്തായാലും ആരെയും വിളിക്കാനൊന്നുമില്ല. പിന്നെ എന്തിനാ റീചാർജ് ചെയ്യണ്ട? എന്നെ വിളിക്കണ്ട. വീട്ടിലുള്ള ആളെ എന്തിനാ വിളിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പാവം ചേച്ചി, എന്തോ കാര്യമായിട്ട് പറ്റും. എന്താണ് എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? മുഖമൊക്കെ വാടിയിരിക്കുന്നുണ്ടല്ലോ. എന്താ പറയടോ, പറ. ഞാൻ സിദ്ധുവിന്റെ ചെലവിലാണ് ജീവിക്കുന്നതെന്ന് സിദ്ധുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നോണ്ടാണല്ലോ ഇവിടെ ലച്ചൂസും കല്ലൂസും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു അല്ലേ? ഓഹോ, അപ്പൊ ഇതൊക്കെ മനസ്സിലാലോചിച്ച് വെച്ചാണല്ലോ നടക്കണത്. അതെ അതെ അതെ, ഞാൻ മൊത്തം സമയം ഇത് തന്നെ ഇരുന്ന് ആലോചിക്കുക. രാവിലെ എഴുന്നേക്കുമ്പോ ഒന്ന് ആലോചിക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ ഒന്ന് ആലോചിക്കും, രാത്രി ഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും. ഇത് തന്നെയല്ലേ എന്റെ അവിടുത്തെ പണി. ലച്ചു നേരത്തെ കേശുമായിട്ട് വഴക്കിട്ടപ്പോ അവൻ കയറി മാന്തി അല്ലേ? അങ്ങനെയൊന്നുമില്ല, അവൻ പറഞ്ഞ കാര്യം ഉള്ളതാണോ തോന്നുന്നു. ലജുസേ അങ്ങനൊന്നും ഇല്ലടോ.
ഈ കുടുംബം ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാനേ സിദ്ധുവിന്റെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ടല്ലേ. അങ്ങനെ ചെലവാക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞു? ഇവിടെയുള്ള എല്ലാരും പറയുന്നുണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാരും അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ തന്നെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നാളെ കല്ല് സ്കൂളിലോട്ടൊക്കെ പോയി തുടങ്ങുമ്പോൾ ലച്ചൂസിന് പറ്റുവാണെങ്കിൽ ഒരു ജോലിക്കൊക്കെ പോവാം. അത് ലച്ചൂന് ഒരു എൻഗേജ്മെന്റ് കിട്ടും. അപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെ ഞാൻ അനാവശ്യമായിട്ട് സിദ്ധുവിന്റെ പൈസ ഒന്നും കളയുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നേരത്തെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ചിന്തിച്ച പോലെയാണോ? ഏത് ഫ്രണ്ടിന്റെ ഹസ്ബൻഡ്? നേരത്തെ എന്റെ അടുത്തൊരു കഥ പറഞ്ഞില്ലായിരുന്നു ലച്ചൂസ്? അത് ഞാൻ ചുമ്മാ. നേരത്തെ കേശു നല്ലോണം കീറി മാന്തി അല്ലേ? ഞങ്ങള് പിന്നെ അങ്ങനെ ആണല്ലോ. ആങ്ങളെയും പെങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ട്രോളും. അവനിപ്പോ ഈ ടോപ്പിക് എടുത്ത് ഇട്ടത് കൊണ്ട് നിന്റെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ പറ്റും. ലച്ചു, ഒരു കുടുംബത്തിൽ രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. കല്ലുവേ ഒന്ന് സ്കൂളിൽ പോയി തുടങ്ങട്ടെ, ഞാൻ ജോലിക്ക് പോവാം. ലച്ചൂസിന് താല്പര്യം ഉണ്ടെങ്കിൽ ലച്ചൂസിന് ജോലിക്ക് പോവാം. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, കല്ലൂസിന് വേണ്ടി കളഞ്ഞ ഉറക്കമൊന്നും എനിക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റും. ഓ ഞാൻ എന്താ വന്ന് നീ എവിടെ നിൽക്കുന്ന വെച്ചാൽ അവിടെ തന്നെ നില്ലേ. ഓ ഞാൻ എന്താ എത്തി 2 മിനിറ്റ്. അല്ല ചാവി എടുക്കണം. മെർലിന്റെ അടുത്തേക്ക് പോകാനുള്ള എന്തോ പരിപാടി കേട്ടോ. അവന് വേറെന്താ പണി? നമുക്കെന്നാ പിന്നെ ഒരു പണി കൊടുത്താലോ? കൊടുക്കൂ. കൊടുക്കാം. അളിയാ ഇങ്ങോട്ട് വന്നേ. ഓ ഞാൻ പറഞ്ഞു അല്ലയാ. എങ്ങോട്ട് പോയായിരുന്നു? ഞാൻ ഇവിടെ അപ്പുറം വരെ പോണല്ലേ. മലപ്പുറം? അല്ല അപ്പുറം വരെ. ആ എനിക്ക് താക്കോല തന്നെ. താക്കോലെന്താ? അല്ല എനിക്ക് അപ്പുറം വരെ. എടാ എനിക്കൊന്ന് പുറത്തു പോകണം. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം. താക്കോലാ? നിങ്ങളെ പോണു? ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ്? കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന്. ഓ അപ്പൊ ചുരുക്കം പറഞ്ഞ ചേച്ചി അളിയന്റെ പേഴ്സ് കാലിയാക്കാൻ ഇറങ്ങിയാണല്ലേ? അതെ ലച്ചൂസേ, പിന്നെ ദുബായിലെ എന്റെ ജോലിക്കൊന്നും ഒരു സ്ഥിരതയില്ല കേട്ടോ. എങ്ങാനും ജോലിയൊക്കെ പോയി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലച്ചൂസിനെ ജോലിക്കൊക്കെ പോയിട്ട് നല്ല രീതിക്ക് നോക്കണം. പിന്നെന്താ, നിനക്ക് ജോലി ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് നിന്നെ നോക്കൂടാ. ഫാമിലി എന്നൊക്കെ പറഞ്ഞതല്ലേ. പിന്നെ ചേച്ചി എനിക്ക് പോണം. എനിക്ക് പോണം. മെർലിനെ കാണാൻ പോവാനല്ലേ? നീ ഇന്ന് പോയി പുഷ്പിക്കണ്ട, നീ ഇവിടെ നിന്ന് പുഷ്പിച്ചാ മതി. സിധു ബാബുവാ. അല്ല അളിയ അളിയെ പുഷ്പിക്ക്. ചേച്ചി ഓടാ. ചേച്ചി അമ്മച്ചനെ ബ്രേക്കപ്പ് ആവും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.